ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എവിടേക്കാണ് പോവുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ 3 പേരും പാടെ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ് ഈ ബേർഡ് സാങ്ച്വറിയിലേക്ക് പോവുകയെന്ന്. ഇതിലേക്ക് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ 2-3 ആൾക്കാർ കൂടി ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ വഴിയെ കാണിച്ചു തരാം. പക്ഷേ നമ്മളിവിടെ വന്നത് ഒരു ഈവനിങ്ങിലാണ്, ഒരു 7 മണി സമയത്താണ്. ഒന്നാമത് ഫ്രൈഡേയും ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബേർഡ്സൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ മുന്നത്തെ കുറച്ച് വീഡിയോസ് ആട്ടോ ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതാണ് കേട്ടോ. എല്ലാ കിളികളും കൂട്ടിൽ കയറിയിട്ട് അവർ ഭയങ്കര ടയേർഡാണ്. അവർ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് തോന്നുന്നു. എല്ലാവരും കൂട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റാബിറ്റ്സ് ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതിനൊക്കെ മോനിങ്ങനെ ഇതാക്കിക്കൊണ്ട് നിൽക്കിയിരുന്നു. ഇവിടെ ഒരു ആടിനെ കണ്ടിരുന്നു കേട്ടോ. ഈ ആടിനെ കണ്ടിട്ടാണ് അവൻ പശു പറയണത്. ഓനിക്കിപ്പോഴും ആട് ഏതാ പശു ഏതാന്ന് നേരം പോലെ തിരിച്ചറിയാൻ പറ്റൂല. എനിക്ക് ചില സമയത്ത് ഓൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എൻ്റെ മെയിൽ വേർഷനാണോ ഓനെന്ന് തോന്നിപ്പോകും കേട്ടോ. കാരണം ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ തന്നെ ഇരുന്നു. പൊട്ടത്തരങ്ങൾ ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞിരുന്നു. ഇതൊരു ബേർഡ് സാങ്ച്വറി ആട്ടോ. മെയിനായിട്ടും ബേർഡ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ മയിലുകൾ കുറച്ച് ഇവിടെ കിടക്കുന്നത് കണ്ട്. അപ്പോൾ അവറ്റകൾക്ക് ബാക്കി കിളികൾക്ക് കൊടുക്കാനുള്ള തീറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ അത് അവർക്ക് കൊടുക്കായിരുന്നു. അവരതങ്ങനെ കൊത്തിക്കഴിച്ചിരുന്നു. പിന്നെ അതാ താറാവിന് കൊടുക്കാൻ വേണ്ടി നോക്കിയതാട്ടോ. പക്ഷേ താറാവ് ഒറ്റ കൊത്തലിന് ആ തീറ്റ മൊത്തം താഴ്ത്തു പോയി. ഇവിടെ പിന്നുള്ളൊരു മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഈ മെക്കാവോസ് ആട്ടോ. ഇവറ്റങ്ങളെടുത്ത് വന്നിട്ട് അവരിങ്ങനെ നമുക്ക് ഇങ്ങനെ കയ്യിലെടുത്ത് തരും അവരെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ കെയർ ടേക്കർ മാത്രമേ ഇവരെ തൊടാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുവേ ഈ മെക്കാവോസ് മാത്രം. പിന്നെ വേറൊരു ബേർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര എന്തോ ലവബിളായിട്ടുള്ളൊരു ബേർഡ് പോലെ തോന്നി. കാരണം ഇതിന് നമ്മൾ തൊടുന്നോണ്ടോ ആക്കണോണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതങ്ങനെ നിന്നരും കേട്ടോ. ഇത് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇത് ഇതേപോലെ തന്നെയായിരുന്നു. ഇത് ഭയങ്കര ലവബിളാണ്, ഭയങ്കര ടൈമിടാ തോന്നുന്നു. ആൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വരയ്ക്കും നമ്മളെ കയ്യിൽ അങ്ങനെയേ വന്നിരുന്നോളൂ കേട്ടോ. തിരിഞ്ഞോ ആനോ നല്ല നീക്ക്. അങ്ങനെ പറയരുത്. അങ്ങനെ കുറേ നേരം അതിനങ്ങനെ എടുത്ത് വെച്ചിരുന്നു. മോനിക്ക് ഭയങ്കര പേടി കേട്ടോ. അവനക്കിത് കാണാൻ മാത്രമേ പാടുള്ളൂ. അവൻ്റെ മേത്തൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ നഖം കൂറുന്ന സമയത്തൊക്കെ അവനക്ക് വേദനിക്കുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അവൻ അടുത്തേക്ക് വരാനൊന്നും സമ്മതിക്കൂല കേട്ടോ. കഴിഞ്ഞ തവണ ഇതുപോലെ വന്നിട്ട് ആ ഉള്ളിൽ നിന്ന് ഏതൊരു കിളി അതിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് കൊത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു കൊത്തി കിട്ടുക ആ ഒരു ഭാഗം കുറേ ദിവസം അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ. ഞാനിവിടെ വന്നിട്ടാണ് ഈ മെക്കാവോസിനെ ഇത്ര അടുത്ത് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തത്തകളൊക്കെ. പക്ഷേ അവർ നമ്മളെ അടുത്തേക്ക് വരുന്നില്ല. കെയർ ടേക്കർ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇരുന്ന് തരും ഫോട്ടോ എടുക്കാനൊക്കെ. അത് കഴിഞ്ഞാൽ ആളിനെ വന്നിട്ട് എടുത്തു മാറ്റണം. അല്ലാതെ നമ്മളൊന്ന് തൊടാനും ഒന്നിനും അത് സമ്മതിക്കൂല. പിന്നെ അത് അവിടെ കുറച്ച് ആട്ടുംകുട്ടികളെ കണ്ടുകിട്ടാം. എനിക്ക് ഈ ആടിനും പശുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവർ എന്തെങ്കിലും കഴിക്കാനുണ്ടാവുമോ വിചാരിച്ചിട്ട് ഞാൻ തല പുറത്തേക്ക് ഇടുന്നതാണ്. ഇവിടെ ബേർഡ്സിന് മാത്രമേ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഫീഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വരാൻ മെയിനായിട്ടുള്ള കാരണം ഇതാണ് കേട്ടോ. ഈ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മോന് ഇവിടേക്ക് പോവുക എന്ന് പറഞ്ഞിരുന്നത്. എൻ്റെ മോനെ പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും. ഇവറ്റങ്ങളൊക്കെ കാണാനേ പാടുള്ളൂ, ഇവറ്റങ്ങളൊന്നും അടുത്തേക്ക് വരാൻ പാടില്ല. ഈ ഒരു സാധനം ചാടിയപ്പോൾ തന്നെ ആൾ വേഗം പോവുക പറഞ്ഞിട്ട് ഇവിടുന്ന് തിരക്കൂട്ടാൻ തുടങ്ങിയിട്ടാ.
അങ്ങനെ അതിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്, അവിടേക്കാട്ടോ പോണത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരിക ചെയ്തത്. ആദ്യം ഇതിൻ്റെ ഉള്ളിലൊരു മൂങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനൊന്നും കാണാനില്ല. ഇപ്പോൾ അതിൻ്റെ പകരം 2 കൂട്ടിലായിട്ട് 3 കിളികളാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ, പാമ്പ്. അത് ആൾക്കാർ വന്ന് അതിനെടുക്കുന്നുണ്ട്, കഴുത്തിലിട്ടിട്ടും കൈമ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും അത് ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പേടിയുള്ളൊരു ജീവി ഉണ്ടെങ്കിൽ അത് പാമ്പാണ്. സംഭവം ഇതൊരു പാവാണെന്ന് അവർ പറഞ്ഞത്, ഒന്നും ചെയ്യില്ല, ഫോട്ടോ എടുത്താളോ എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷേ എനിക്ക് വേണ്ട പറഞ്ഞു ഞാൻ. എനിക്കിതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും കേട്ടോ. ഞാൻ ഇവിടെ അധികമല്ല, നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫയിലും അതുപോലെ നമ്മൾ കിടക്കും ബെഡിലൊക്കെ ഞാൻ അഴിച്ച് പെറുക്കി നോക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഭൂമിയിൽ ആകെ പേടിയുള്ളത് പാമ്പിനെ മാത്രമാണ്. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ലേഡി ഇതുപോലെ കുട്ടികളെ ഫേസിൽ ലയണിൻ്റെയും ടൈഗറിൻ്റെയും സ്പൈഡർമാൻ്റെ ഒക്കെ പിക്ചർ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ മോനിക്കും അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓനോട് ഏതാ വേണ്ടത് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കര അയൺമാൻ ഫാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അയൺമാൻ മതിയായിരുന്നു. പക്ഷേ ആ ലേഡിക്ക് അറിയില്ല അയൺമാൻ എന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു ഇത് ആദ്യമായിട്ട് വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞു, എന്നാലും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ആണ് അയൺമാൻ. ആ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ ആ മുഖത്ത് കാണാൻ പറ്റും. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിരുന്നു. ബക്കാലയിൽ പോയിട്ട് അവിടെയും എല്ലാവർക്കും കാണിച്ചു കൊടുത്തിരുന്നു. ഓനറിയുന്ന എല്ലാവരും അവൻ ആ കോലത്തിൽ കാണുകയും ചെയ്തെടുക്കുന്നു. അതുപോലെ ഫോട്ടോ എടുക്കലും അയൺമാൻ്റെ പോസ് ഇടലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.